പെട്ടെന്നൊന്ന് ബാംഗ്ലൂർ പോയി വന്ന ഒരു വീഡിയോ ആണത്. രാത്രി 8:30 ഞാൻ എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഒരു അൽഫാം കഴിച്ചുകൊണ്ടായിരുന്നു യാത്ര. ബാംഗ്ലൂർ 1-2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നേരെ ചെന്ന റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു. 9 മണിക്ക് വരേണ്ട ട്രെയിൻ 9:15 എത്തിയിട്ടുണ്ടായിരുന്നില്ല. 10:30 എത്തിയിട്ടുണ്ടായിരുന്നില്ല. 10:45 എത്താണ്ടായപ്പോൾ ഞാൻ പോയി ഒരു ചായ കുടിച്ചു. അത് കൃത്യം 11:15 ട്രെയിൻ എത്തി. ആരോട് പറയാനല്ലേ. ട്രെയിൻ കയറിയപ്പോഴാണ് അടുത്ത സർപ്രൈസ്. വളരെ ഇടുങ്ങിയ സീറ്റുകളായിരുന്നു. ഞാനാണെങ്കിൽ ചെറുതായിട്ട് ക്ലോസ്ട്രോഫോബിക്കും ആണ്. എനിക്കാണെങ്കിൽ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതും ചെയ്ത് കിടന്നുറങ്ങി. രാവിലെ എണീറ്റിട്ടും കുറച്ച് പണി ഉണ്ടായിരുന്നു, അതും ചെയ്ത്. ഞാൻ ഒറ്റയ്ക്കല്ല യാത്രയിൽ, എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അവൻ ചപ്പാത്തിയും ചിക്കൻ കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മെട്രോയും കയറി നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് നേരെ KFCയിലേക്ക് വിട്ടു. എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവിടുത്തെ ആൾക്കാർ ഇവരെന്താ പോവാത്തെ എന്നുള്ള എക്സ്പ്രഷൻ ഇട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പോയ കാര്യം പെട്ടെന്ന് തീരും നമ്മൾ വിചാരിച്ചില്ല. നമ്മൾ വൈകിട്ടായിരുന്നു ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ സമയം മുന്തി നിൽക്കണമല്ലോ. അതുകൊണ്ട് വേറെ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ചായയും ഒരു കേസരിയും കഴിച്ചു. അവിടെ നിന്ന് പോയത് അവിടെ അടുത്ത് നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ബിരിയാണി സ്പോട്ട് കണ്ടുപിടിക്കാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു, ബട്ട് സ്റ്റിൽ അവസാനം നമ്മളത് കണ്ടുപിടിച്ചു. അത് വാങ്ങുമ്പോഴേക്കും നമുക്ക് റിട്ടേൺ ട്രെയിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പാഴ്സലും വാങ്ങി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോന്നു. തിരിച്ചു വരുന്ന യാത്രയിൽ ട്രെയിനിൽ വെച്ച് ആ ബിരിയാണി കഴിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോന്നു. അപ്പൊ ശരി, നാളെ കാണാം.